പാലക്കാട് ടാപ്പ് നാടകവേദിയുടെ 17ാമത് രംഗോത്സവത്തിൽ 10 മിനിറ്റ് ദൈർഘ്യമുള്ള 22 നാടകങ്ങൾ അരങ്ങേറി. 105 പുരുഷന്മാരും 105 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 220 അഭിനേതാക്കൾ അരങ്ങിലെത്തിയത് വേറിട്ട അനുഭവമായി. സ്വാതന്ത്ര്യദിനത്തിൽ പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിലെ MD രാമനാഥൻ ഹാളിൽ നടന്ന രംഗോത്സവം പാലക്കാട്ടെ 51 സംവിധായകർ നാടകദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. രമേശ് പിഷാരടി MLA സംവിധായകരെ ആദരിച്ചു. വേദികളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. 27 വർഷം കൊണ്ട് ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാമായി 3000 വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പലപ്പോഴും നാടകം, കല, അതരം അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളുടെ ക്ഷണം എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കും എന്ന അവധിയാണ്. ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ്. എങ്കിലും കുറച്ചധികം സമയം മാറ്റിവെച്ചിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ചലച്ചിത്ര സീരിയൽ താരം രാജേഷ് ഹെബാർ മുഖ്യാതിഥിയായിരുന്നു. ടാപ്പ് നാടകവേദി പ്രസിഡന്റ് V. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MS ദാസ് മാട്ടുമന്ത, ബേബി ഗിരിജ, സുരേഷ് കുനിശ്ശേരി, ദീപം സുരേഷ് എന്നിവർ സംസാരിച്ചു. ബേബി ഗിരിജ സംവിധാനം ചെയ്ത പകൽപൂരം, ബീന ഗോവിന്ദിന്റെ അമ്മ കൊയ്യുന്നു, പ്രമീള ശശിധരന്റെ ഒറ്റമൂലി, ഡോക്ടർ PC ഏലിയാമ്മയുടെ പ്രണയമർമ്മരം, M. പത്മിനിയുടെ സമസ്യകൾ, അംബിക മുണ്ടൂരിന്റെ ബൈ മൈ സെൽഫ്, M. അഞ്ജലിയുടെ പൂവാകും മുൻപേ, ജയശ്രീ മഠത്തിലിന്റെ പത്തിനിക്കടവുൾ, പ്രേമചന്ദ്രികയുടെ രൂപമാറ്റം, അഖിലാനന്ദിന്റെ ബോംബ, രാധാകൃഷ്ണൻ പള്ളത്തിന്റെ പാൽക്കട്ട ഫ്രം 1922 to 1926 തുടങ്ങിയ നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല. ആണൊന്നും പാചകം ചെയ്ത കളിയാക്കൽ, കഴിയുന്ന ആളുകളെ ആണായി കഴിയുന്നവരുടെ ചോദ്യം, ചിരിക്കുന്ന പെണ്ണിന് ഒന്ന് പതുക്കെ ചിരിയുന്ന ഉപദേശവും. അയ്യോ, ഞാനാണോ ഭ്രാന്തൻ? അതോ മനുഷ്യന് ആദ്യം ആണും പെണ്ണുമായാണെന്ന് പിന്നെ മനുഷ്യനെ കാണുന്ന ലോകമാണോ? UTV ന്യൂസ്, പാലക്കാട്.